ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജിസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഹിന്ദിയിൽ എക്സാം വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരും മിസ്സാക്കേണ്ട, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായാണ് ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യണേ. ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാനാണ് ചാൻസ് ഉള്ളതെന്നും കൂടി പറയുന്നുണ്ട്. അതിനുശേഷം എക്സ്ട്രാ ആയിട്ട്, അതായത് ഇപ്പോൾ എല്ലാ പരീക്ഷയിലും വരാവുന്ന ഒന്ന് രണ്ട് ടോപ്പിക്കുകളും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ കിക്കിയാണ് അല്ലേ. അപ്പോൾ കിക്കിയിൽ എന്താണ്, നമുക്ക് പട്കഥയാണ് നമുക്ക് വരാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ പട്കഥയുടെ എന്താണ് ഫോർമാറ്റ് പഠിച്ചു വെക്കുക. കുറച്ച് ഫോർമാറ്റ് പഠിച്ചു വെക്കണം, നല്ലതായിരിക്കും. ഏതിൻ്റെയൊക്കെ പഠിക്കണം? ലെക്ചർ, ഡയറി, പട്കഥ, പിന്നെ നമ്മൾ പിന്നെ ഏതാ ആശയത്തിൻ്റെ ഫോർമാറ്റ്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം സീനാക്കാം. ഇനി സിന്ദഗി കാ സഫർ, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഹൈക്കുകളാണ്, അതുകൊണ്ട് ഈ ഒരു പോർഷൻ നമ്മൾ അങ്ങനെ നോക്കണമെന്നില്ല. ജസ്റ്റ് വായിക്കുക, എന്താണെന്നുള്ളത് അർത്ഥം മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഇത് 1 word ഒക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് ചോദിക്കാനായിട്ടുള്ള ചാൻസ്. ഇനി അടുത്തത് ട്രെയിൻ ബസേരികൾ. ഇവിടെ നിന്ന് നമുക്ക് ഡയറി അല്ലെന്നുണ്ടെങ്കിൽ പാഗൽ ആദ്മിയുടെ ചരിത്രപര ടിപ്പണിയാണ് ചോദിക്കാനായിട്ടുള്ള ചാൻസ്. മേരി ദുനിയയ്ക്ക് തമാം ബച്ചെ, ഇവിടെ എന്തായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? ആശയമാണ് നമുക്ക് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്. അടുത്തത് വായിക്കാം. ഇവിടെ പത്രം അല്ലെങ്കിൽ ബാത്ഷീറ്റ്, ലെക്ചർ അല്ലെങ്കിൽ കോൺവെർസേഷൻ ആണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്. ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ബാത്ഷീറ്റ് എന്ന് പറഞ്ഞാലും വാർത്താലാബ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇനി അടുത്തത് ദില്ലി മെയിം ഉനീന്ദെ അല്ലേ, ഇവിടെ നിന്നാണ് വാർത്താലാബ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വരാൻ ചാൻസ് ഉള്ളത്? ബാത്ഷീറ്റ് ആണ് ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. അടുത്തത് മധുർ വെബ്സൈറ്റ്, ഇവിടെ നിന്നും ഭാവാർത്ഥങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഇനി ഏക തിൻകയിൽ നിന്നും ആശയം, ഇത് ജസ്റ്റ് നമ്മൾ സ്കിപ്പ്ഡ് പോർഷൻ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് ഗലീലിയോ, ഇവിടെ നിന്ന് വാർത്താലാബ്, അല്ലാന്നുണ്ടെങ്കിൽ ബാത്ഷീറ്റ്, ഇതാണ് ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഇനി അടുത്തതാണ് പൈതൽ ചൽത്താ ഹുവ ആദ്മി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഈ ഒരു ആശയം നിങ്ങൾ പഠിക്കാതെ പോകരുത് കേട്ടോ. ഇനി അടുത്തത് പരിയിലടുക്കി, ഇവിടെ ഹർമന്റെ ഡയറി അല്ലാന്നുണ്ടെങ്കിൽ ഹർമന്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ ചോദിക്കാനുള്ളത്. ഹർമന്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ ചോദിക്കാനുള്ളത് കേട്ടോ. ഇനി സിലാബ് ഇന്ത്യയിലടിക്കുക, ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ഒരു ആശയമാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഇതും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ ടോപ്പിക് എന്ന് മിസ് പറഞ്ഞത് ഒന്ന് പോസ്റ്ററാണ്, പിന്നെന്താ വാക്യ പിരമിഡ്, സർവനാമം, വിശേഷണ ശബ്ദം, അതേപോലെ സമാനാർത്ഥി ശബ്ദം. അപ്പോൾ പിന്നെന്താ നമൂനെ, അനുസ, പൂർത്തീകരണം, ഇത് പറഞ്ഞുതരാം. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബോക്സ് വരയ്ക്കുന്നു, അതിലെന്താ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു, കുറച്ച് പിക്ചറൊക്കെ വരയ്ക്കുന്നു, എന്നിട്ട് എല്ലാവർക്കും സബ്കാ ഹാർദിക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്നതാണ് പോസ്റ്റർ. വാക്യ പിരമിഡ് അറിയാലോ, നമുക്കൊരു വാക്യം ഇവിടെ തന്നതിന് ശേഷം അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വലുതാക്കി എഴുതാൻ നേരത്താണ് വാക്യ പിരമിഡ്. സർവനാമം, വിശേഷണ ശബ്ദം, ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ വീഡിയോ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. സമാനാർത്ഥി ശബ്ദം, ഇപ്പോൾ സെയിം മീനിങ് ഉള്ള വേറെ വാക്ക്, സെയിം മീനിങ് ഉള്ള അനദർ വാക്കാണ് നമ്മൾ ഇതിൽ നിന്നും, അല്ലെങ്കിൽ അനദർ വേർഡാണ് നമുക്ക് ഇതിൽ നിന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇങ്ങനെ തന്നിട്ടുണ്ടാവും, അതിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഉണ്ടാവും. നമൂന ആൻസർ പൂർത്തീകരണം, ഇപ്പം നമുക്കിവിടെ ആയ എന്നുള്ളത് നമ്മൾ ആയി, അങ്ങനെയുള്ള ഒരു ചെറിയ ഈ ഒരു ഗ്രാമർ റിലേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഇങ്ങനെ പെട്ടിയിലായിരിക്കും തരുന്നുണ്ടാവുക. എന്നിട്ട് ആ പെട്ടിയിൽ ഈ പെട്ടിയിൽ ഇവിടെയും തന്നിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാനുള്ളതാണ് നമുക്ക് വരിക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും വന്നിരിക്കും, ആരും മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ. താങ്ക് യു ഡേഴ്സ്.